വാപ്പച്ചി ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? മോളുടെ ബർത്ത്ഡേക്ക് ഇവിടെ നമ്മൾ ഒരു സൂപ്പർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദുവാസ് ബർത്ത്ഡേ പാർട്ടി. എന്തായാലും ഈ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരെയും ഈ വ്ളോഗിലൂടെ ഞാൻ നിങ്ങൾ വെൽക്കം ചെയ്യുന്നു. ഇതാണ് വെൽക്കം ബോർഡ്. നമ്മുടെ ചുക്കുടുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു മൊമെൻ്റ് ആണ് ഇത്. നമ്മുടെ മലേഷ്യ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഭയങ്കര നമ്മുടെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. ആക്ച്വലി ചുക്കുട് മേളിലുണ്ട്, ഫാമിലി എല്ലാവരും സെറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബർത്ത്ഡേ പാർട്ടിയുടെ ഡെക്കറേഷൻ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാർട്ടി ക്ലൗഡാണ്. അവർക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട്. അവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ ആഗ്രഹം സൂപ്പറായിട്ട് ചെയ്തിരും. അവരുടെയും ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ തന്നെ അവരുടെ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. അസ്ലമിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ മകളുടെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും ആശംസകൾ നേരണം. രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് എൻ്റെ മകളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മോളെ സംസാരിക്കുന്നു. മീറ്റ് മൈ മോൾ ബ്ലിക്കു. ഇതിന്റെ പേരെന്താണ്? അപ്പൊ ഇന്ന് ദുവ മോക്ക് 1 വയസ്സ് തികയാണ്. ക്ലാപ്പടിക്ക്. നീ എന്താ ഇവിടത്തെ? അപ്പം നമ്മളിന്ന് സൂപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കാറ്റ് മേലെ അപ്പോൾ എന്തായാലും നമ്മുടെ തങ്കക്കുടം പൊന്നിൻ്റെ 1 വയസ്സ് സെലിബ്രേഷൻ ആണെന്ന്. ഓഗസ്റ്റ് 21-ാം തീയതി. ശരിക്കും മോളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ആണ്. ചക്കരെ നോക്ക്, ഇവിടെ ഞാൻ പ്രീ പ്ലാൻ ആക്കി സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പറയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അനുസരിച്ച് നീ അഭിനയിക്കണം. ഓക്കെ ദുവാ? അവർക്ക് കോമഡി ചിരി. നമ്മൾ രണ്ടുപേരും ശരിക്കും അടിച്ചു പൊളിച്ച് കൈയും പിടിച്ച് കിടന്ന് നമുക്കിപ്പം കൈ പിടിച്ച് കിടക്കാൻ പറ്റുന്നില്ല. ഒന്ന് കാരണം നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ പൊന്നുണ്ട്. ഇതാണ് അവസ്ഥ. ആക്ച്വലി എൻജോയ്മെന്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് ലൈഫിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ വയ്യ അല്ലേ? എനിക്ക് ഭയങ്കര വേറൊരു ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. 1 ഇയർ ബാക്കുള്ള ഞാൻ എങ്ങനെയാണ്, ഞാൻ 1 ഇയർ ബാക്കുള്ള എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയായിരുന്നു ഞാനെന്ന്. ഞാൻ മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? കൊറേയൊക്കെ മാറിയിട്ടുണ്ട്, കൊറേയൊക്കെ പഴയ ഒരു ഇത് തന്നെ ഉണ്ട്. പക്ഷെ ബാനു മാറി കേട്ടോ, ഭയങ്കരമായിട്ട് മാറി. ബാനുവിനെ സമ്മതിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ മൊത്തത്തില് ഈ വളർത്തിയെടുത്ത ബാനു ഭയങ്കര ഒരു സംഭവമാണ്. അതിന് ബാനുവിനൊരു ബിഗ് സല്യൂട്ട്. ഒരുപാട് കാര്യങ്ങൾ ബാനു ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ട്. അത് ഭയങ്കര ഒരു സംഭവമാണ്. എങ്ങനെയാണ് എപ്പോഴാ സമ്മതിക്കണം. ഇല്ല, അവളാണ് ശരിക്കും മോട്ടിവേഷൻ. എനിക്ക് പിന്നെ ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നരുത്. ഇവളെ ഉണ്ടായിരുന്ന സമയത്ത് ഇവളെ മാത്രം നോക്കി എനിക്ക് സമയം പോയി എന്നൊരു, എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിഷമമേ ഇല്ല. കാരണം ഓരോ സമയവും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവള് കൂടെയുള്ള സമയം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ. ഇപ്പം ഇവള് ജനിക്കുന്നതിന് മുന്നേ വരെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ആയിരുന്നു ഗാലറി ഫുള്ള്. ഇപ്പൊ ഞങ്ങളുടെ ഫോട്ടോസ് ഒന്നും ഇല്ല. അവളുടെ ഫോട്ടോസ്. അവൾക്ക് ആദ്യം പല്ല് വന്നത്, അവൾ ആദ്യമായിട്ട് കമന്ന ദിവസം, ആദ്യമായിട്ട് പിടിച്ചു നിന്ന ദിവസം, അതൊക്കെ ഭയങ്കര. ഒരു ദിവസം ഒരു 10 വീഡിയോ എങ്കിലും എടുക്കാതെ പോകുന്നില്ല. അതങ്ങനെയാണ്. പക്ഷെ ഈ 1 വർഷത്തിനിടയിൽ നമ്മൾ ഈ ബാക്ക് അടിച്ച് നോക്കുമ്പോ നമ്മുടെ ഉറക്കം നഷ്ടമായി. രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോ ബാനുവൊക്കെ എന്തോന്നത് എന്നെല്ലാം പറഞ്ഞിട്ടേ. പക്ഷെ അവർക്ക് രാവിലെ അത് ഓർമ്മ ആണില്ലേ, നാഗവല്ലേ പോലെ. ഞാൻ പറഞ്ഞു നീ ഇന്നലെ രാത്രി കാണിച്ച ഓർമ്മ ഉണ്ട്. എന്തോ നിൽക്കാം, ഞാൻ വന്നാൽ എനിക്ക് ഓർമ്മയില്ല. കാരണം മോള് രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ എന്നെല്ലാം പറഞ്ഞ് വിളിക്കും. അത് ചില സമയം ഞാൻ തിരിഞ്ഞങ്ങ് കിടക്കും. പക്ഷെ ഇവളാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് ഭയങ്കര സംഭവമാണ്. അടുത്ത് വരും, വാപ്പച്ചിരി എടുത്തു വരും, ഉമ്മച്ചിരി എടുത്തു വരും. ബാ എണീറ്റ് വിളിച്ചു നോക്കാം. ആര് പറഞ്ഞ നമുക്ക് നോക്കാം. വാ ദുവാ 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 ബാ 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 ദുവാ വിളിച്ചു ബാ ദുവാ ബാ ബാ. ആരെടുത്ത് വരും? ബാ ആരെടുത്ത് വരും? ബാ ഉമ്മ വിളിച്ചു നോക്ക്. പക്ഷെ ഉമ്മ വേണം കേട്ടോ, രാത്രി ആകുമ്പോ ഉമ്മ വേണം. ദുവാ ബാ. അപ്പൊ നമ്മളെ മോളുടെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഭയങ്കര ക്വാളിറ്റിയിൽ വരും കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞാൻ വ്ളോഗിങ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം
ഈ കമ്പനികൾ നോക്കി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് ഈ ഒരു ടീം. സത്യം, ഈ ഒരു ടീം. അപ്പം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് നൈസായിട്ട് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. 2 കൈകളും നീട്ടിയവർ വന്നു കട്ടയ്ക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും രസികൻ കാഴ്ചകളുമായിട്ട് നമ്മൾ വരും. കാരണം അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങാറായി, എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെന്നിട്ട്. ഓക്കെ, ഒപ്പിത്തെറിക്കുന്ന കാണിച്ചത് ബാബയുടെ മൂഡ് മാറി. അതുകൊണ്ട് വലിയ ചിരിയൊന്നും ഇപ്പൊ ഇല്ല. തലയൊക്കെ ഊരി എറിഞ്ഞു മുമ്മയുടെ. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മോളിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഒരു വലിയ കൈയടിയോട് കൂടി ഞാനിവിടെ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആണെന്ന്. ഇത് ഒഫീഷ്യൽ ഫംഗ്ഷനൊന്നുമല്ല. ഇരിക്കുന്ന ചുറ്റും എൻ്റെ ഒരു ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് അപ്പുറം വേറെ ഒന്നുമില്ല. ഞാനിവിടെ പകുതി പേരെ 6 മണിക്കാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് 5 മണിക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അവര് ഇവിടെ നിന്ന് ഉറങ്ങി, പകുതി പേര് ഉറങ്ങി, അവിടെ എണീറ്റിട്ടില്ല. അതിൽ സ്പെഷ്യലായിട്ട് സോറി ചോദിക്കുന്നു ഞാൻ. ബാർബിക്യൂ സ്പേസിന്റെ ഓണറായ ഫാസിൽ സ്നേഹം കൊണ്ട് നേരത്തെ എത്തി. അതുപോലെ അഭിലാഷ്, എല്ലാവരും കേക്ക്. അപ്പൊ എന്റെ ഫാമിലിയും ഷബാനയുടെ ഫാമിലിയോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ മോളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് ദുവ. ഒരു കൈയടി പ്ലീസ്. നമ്മള് ഈ പേരിടാനൊന്നും വലുതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. പെൺകൊച്ചാണ് ആൺകൊച്ചാണ് എന്ത് പേരിടണം അങ്ങനെ എങ്ങനെയെന്നെല്ലാം പറഞ്ഞിരുന്നപ്പോഴാണ് ഷബാന എന്നോട് പറയുന്നത് ദുവ എന്ന് പറയുന്ന പേരിടാം ഇക്ക എങ്ങനെ ഉണ്ടെന്നുള്ളപ്പോൾ ഞാനും മനസ്സിലാലോചിച്ച ഒരു പേരായിരുന്നു. ദുവ പോലെ നടന്നു. നമ്മളെ കൊച്ചിന് നമ്മൾ പെട്ടെന്നായിരുന്നു പേരിട്ട ദുവ. സ്പെഷ്യൽ മെൻഷൻ ഒക്കെ പറയാനുണ്ട്. കേക്ക് ഒരു 16-17 കേക്കോളം നമ്മൾ സെലക്ട് ചെയ്തു. ആൻഡ് അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കേക്ക് നമ്മൾ അയച്ചു കൊടുത്തു. ഇത് തന്നെ ചെയ്യണമെന്ന്. പക്ഷേ നമുക്ക് കേക്ക് വേറൊരു രീതിയിൽ ചെയ്തുകൊണ്ട് വന്ന കേക്ക് വേൾഡിന് ഒരു കൈയടി കൊടുക്കൂ പ്ലീസ്. അത് നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ അല്ല, പക്ഷെ അവരുടെ കലാവിരുതാണ്. എപ്പോഴും കേക്ക് വേൾഡ് സ്പെഷ്യൽ തന്നെയാണ്. എന്തൊരു മൊമെന്റ് വീട്ടില് എന്തൊരു ഫംഗ്ഷൻ നടന്നാലും കേക്ക് വേൾഡിനോട് പറയും കേക്ക് ഫൈസൽ ഒരു കേക്ക് ചെയ്തോണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മടിയും കൂടാതെ സൂപ്പർ കേക്ക് ഒക്കെ ചെയ്യും. ജീവിതത്തിൽ ആദ്യമായിട്ട് മിൽക്ക് കേക്ക് ഒക്കെ കഴിക്കുന്ന അവന്റെ കഴിയുന്നത് എനിക്കറിയില്ല. അവൻ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് കേക്കിൽ, പക്ഷെ എല്ലാം സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. കേക്ക് വേൾഡിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോ കുറെ നേരം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഈ സെലിബ്രേഷൻ നമുക്ക് ഓൺ ആക്കാം. ഓക്കെ, ശരി. കത്തി താഴെ ഇടാ. നിന്റെ വാപ്പയാണ് പറയണ കത്തി താഴെ ഇട്. ഓക്കെ, നൈസ് നൈസ്. ഹാപ്പി ബർത്ത്ഡേ പാട്ടാണ്. അങ്ങനെ കൊടുത്തേ വരും.
ആകാശത്ത് പറക്കുന്ന ബലൂൺ നോക്കൂ അതാ. നമ്മള് ഇത് കൊച്ചിന് പ്രായമാകുമ്പം പറയും നമ്മള് ഇത്രയും കഷ്ടപ്പെട്ടാണ് ചിരിപ്പിച്ചത്. സത്യം. ഇതിന് അല്ല പഴയ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഹായ് വള വള മാമ ചിട്ട് കൊടുത്തേ ഹായ് വള വള ആ ഗുഡ് ഗേൾ താടിയൊക്കെ ഉണ്ടെന്ന് നോക്കണേ വെറും പാവമാണ്. അങ്ങനെ 1 വയസ്സായപ്പോ എന്റെ മോളെ കാണാൻ വേണ്ടി ചിങ്കൻ വന്നു. അതെ ഇതൊരു ഗ്യാപ്പ് ആ വഴി കൂടെ പോവാം. കെമോർ പ്രൊഡക്ഷൻസിന്റെ എല്ലാമായ ലുക്മാൻ ഭീകര സാധനമാണ്. ലുക്മാൻ ആ പേര് പോലെ തന്നെയാണ് കെമോർ പ്രൊഡക്ഷൻസ്. മഹിം മച്ചാനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ലൈഫിൽ എൻ്റെ ഒരു വീഡിയോ വൈറലായി. മച്ചാൻ എന്നെ 60,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടാണ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇന്റർവ്യൂ മച്ചാൻ്റെ കൈ കൊണ്ടായിരുന്നു. എനിക്ക് എന്ത് പറയണമെന്നതാണ്, അത്രയ്ക്ക് മാത്രം സന്തോഷമാണ്. മച്ചാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു കുഞ്ഞു വേണമെന്നുള്ളത്. ഇപ്പോൾ മോക്ക് 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് മച്ചാനെ മോക്ക്. അങ്ങനെ മോക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് തള്ളാണ്. നീ എന്താണ് ആധികാരികമായിട്ട് പറഞ്ഞത്? എന്നെ കല്യാണം കഴിക്കാൻ കൊതിയുണ്ട്, എനിക്ക് ഇതേപോലെ കുഞ്ഞിക്കാല് കാണണം ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മച്ചാൻ ഒരുപാട് അലമ്പുകളും ഊളത്തരങ്ങളും കാണിക്കുമെങ്കിലും അച്ഛൻ എന്നൊരു നിലയിൽ നോക്കുകയാണെങ്കിൽ മച്ചാൻ ഒരു വലിയ വിജയമാണ്. അതിനാണ് ഞാൻ പരാജയം നീ പറയരുത്. മറ്റേ എന്തിനാ കൈ വെച്ചിട്ടുണ്ട് അതൊക്കെ പൊന്നാക്കിയിട്ടേ ഉള്ളൂ. മോക്കിപ്പോ 1 വയസ്സായി. പൊന്നും കൊണ്ടുവന്നു, അതും ഭയങ്കര കാര്യം. അതായത് വൈകിട്ടാണ് ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചത്, പൊന്നും കൊണ്ടുവന്നു, അതും വിജയിച്ചു. അതെ ലേറ്റ് ആയെങ്കിലും ഞാൻ ലേറ്റസ്റ്റ് ആയി വന്നു സുഹൃത്തുക്കളെ. എന്തായാലും നമ്മൾ തമ്മിലെ ബന്ധം അങ്ങനെയാണ്. ആക്ച്വലി എപ്പോ വിളിച്ചാലും നമ്മളിപ്പോ 3 വർഷം കഴിഞ്ഞ് സംസാരിച്ചാലും 4 വർഷം കഴിഞ്ഞ് തന്നെ ഇരിക്കും. അങ്ങനെ തന്നെയാണ്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ട് കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ല ധുവമോളെ, നമ്മളെല്ലാം നിന്റെ ബർത്ത്ഡേക്ക് വന്നു, അടിപൊളിയായിരുന്നു. കേക്ക് വേറെ ലെവലായിരുന്നു. പല്ലില്ലാത്ത ഇൻട്രോ പറയുന്നത് പ്രയോഗമാവോ? എനിക്ക് പല്ലില്ലെങ്കിൽ മച്ചാന് വേറെ ഒന്നും കാണൂല സുഹൃത്തുക്കളെ. എന്തായാലും നമ്മൾ ഒന്നിച്ച് കാണും. അന്നും ധുവമോളെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ലവ് യു. ഉച്ചപ്പാടിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാണ് കേക്ക് വേൾഡിൻ്റെ ഓണർ ഫൈസല്. താങ്ക് യു എടാ, താങ്ക് യു വെരി മച്ച്. എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് വേൾഡിൻ്റെ കേക്കാണ് മേടിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. അത് കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കേക്ക് വേൾഡിൻ്റെ വലം കൈ അടുത്തിരിക്കുന്നത് മുഹമ്മദ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ ക്യാമറ. ഈ ക്യാമറ എന്ന് പറയുന്നത് ക്യാമോർ പ്രൊഡക്ഷൻസിൻ്റെ ആണ്. ഭീകര സാധനമാണ്, അറിയാമല്ലോ. അതുകൊണ്ട് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും വരുന്ന ഫോട്ടോസ്, വീഡിയോസ്. എനിക്ക് വയ്യതുവാ, ഒരു ഉമ്മ കൊടുത്തന്നെ, ഒരു ഉമ്മ. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ മോളുടെ 1 വയസ്സ് സെലിബ്രേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് പങ്കെടുത്തു. ദുബൈയുടെ ജനിച്ച നാൾ മുതലുള്ള ഒരു ഫോട്ടോയൊക്കെ ഇവിടെ, ഒരു ഫോട്ടോ ഫ്രെയിം, വലിയൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയൊക്കെ കട്ടായി കണ്ട, ഭീകര സംഭവമല്ലേ, ഒരു രക്ഷയില്ല. ദുവ എവിടെ? ദുവ കാണിച്ചു തന്നേയില്ലേ? ദുവ എവിടെ? ഓ ഉമ്മ എവിടെ? ഉമ്മ എവിടെ? ആ, അപ്പോൾ എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ടു പാർട്ടി ക്ലൗഡ്സ്. അവരാണ് ഈ ഡെക്കോറൊക്കെ ചെയ്തിരിക്കുന്നത്. ഭീകര സംഭവമായിരുന്നു. അവിടെ വാവ ക്ഷീണിച്ച് കരഞ്ഞ് നിലയിലാണ്. ഉമ്മ അതിലേറെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കരയും മുന്നേ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ ദ ടീം. ഈ ടീം ഉണ്ടോ? ലുക്മാൻ, എല്ലാവരും ഉണ്ട്. ഇവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. താങ്ക് യു, ലവ് യു ഗൈസ്. ഓക്കെ ബൈ.